കോണ്ടംസിൽ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അതിപ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോണോക്സിനോൾ 9 എന്ന് പറഞ്ഞുള്ള ഒരു കെമിക്കൽ കോണ്ടത്തിൽ കോട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പെർമിസൈഡ് കോട്ടഡ് ആയിട്ടുള്ള കോണ്ടം എന്നുള്ളത്. അപ്പോൾ സാധാരണ ഇതിൽ കോണ്ടംസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കോണ്ടം ബ്രേക്ക് ആയാൽ തന്നെ മാക്സിമം സേഫ്റ്റി നൽകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ സ്പെർമിസൈഡ് കോട്ടഡ് ആയിട്ട് വരുന്നത്. അതായത് ആ സ്പെർംസ് ഓവത്തിനടുത്ത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ് ഈ നോണോക്സിനോൾ 9 അതായത് സ്പെർമിസൈഡ് നൽകുന്നത് എന്നുള്ളതാണ്. ഈ സ്പെർമിസൈഡ് ചില ആൾക്കാർക്ക് കാര്യമായിട്ടുള്ള ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യും. മെയിനായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഒരു ദിവസം തന്നെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയായിട്ടുള്ളത്. ചിലർക്ക് ഇത് കാര്യമായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങളുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇത് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണോ? ഇത് പല ബ്രാൻഡുകളുടേതായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇപ്പോൾ കടയിൽ ചെന്നിട്ട് ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു കോണ്ടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇതിൽ സ്പെർമിസൈഡ് കോട്ടഡ് ആണോ ഈ കാര്യങ്ങളൊന്നും നോക്കില്ല. ഇത്തരം കെമിക്കൽ ഉള്ളത് വേണോ ഇല്ലാത്തത് വേണോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മ.